ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഡോക്ടർ ഹാരിസിനെതിരെ നടപടിയിലേക്കാണോ സർക്കാർ? പാർട്ടി മുഖപത്രത്തിൽ മുഖപ്രസംഗം പറയുന്നു ഇത് തിരുത്തലല്ല തകർക്കലാണെന്ന്. ഉന്നയിച്ച ഒറ്റപ്പെട്ട വിഷയം പരിഹരിച്ചുവെന്നാണ് പറയുന്നത്. ഡോക്ടർ കേരളത്തിന്റെ ശോഭ കെടുത്തിയെന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ ഇന്ന് പാർട്ടി സെക്രട്ടറിയും CPM നേതാക്കളും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നു. തന്റേത് പ്രൊഫഷണൽ സൂയിസൈഡ് എന്ന് തിരിച്ചറിയുന്ന ഡോക്ടർ ഹാരിസും ഏത് സമയവും നടപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ആശുപത്രിയിൽ ചിലപ്പോൾ പഞ്ഞിയോ മരുന്നോ കുറഞ്ഞു കാണുമെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിലയിരുത്തൽ. ഗോരഖ്പൂർ ആശുപത്രിയിൽ ഓക്സിജൻ സിലിണ്ടറുകളില്ലാത്തത് ചൂണ്ടിക്കാട്ടിയ കഫീൽ ഖാനെ UP സർക്കാർ നേരിട്ടതും UPയെ മോശമായി ചിത്രീകരിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ്. മന്ത്രി ഹാരിസ് പറഞ്ഞ ഉപകരണങ്ങൾ എത്തിയതോടെ മെഡിക്കൽ കോളേജിലെ പ്രശ്നങ്ങൾ അവസാനിച്ചു. കേരള കഫീൽ ഖാനോ എന്നതാണ് ചോദ്യം. CPMൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ലീഗിൽ നിന്നും അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ NM അരുൺ, ഡോക്ടർ റോസ്നാര ബീഗം KGMCTA സംസ്ഥാന പ്രസിഡന്റും ചർച്ചയിൽ. ആദ്യം ഞാൻ ഡോക്ടർ റോസ്നാര ബീഗത്തിലേക്ക് പോകുന്നു. ഡോക്ടർ റോസ്നാര ബീഗം, ഇപ്പോൾ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദം അത് നമ്മൾ കഴിഞ്ഞ ദിവസവും ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളം രണ്ട് രൂപത്തിൽ അതിനോട് പ്രതികരിക്കുകയാണ്. ഡോക്ടർ ആവശ്യപ്പെട്ട ഉപകരണങ്ങൾ എത്തി, ശസ്ത്രക്രിയകൾ തുടങ്ങിക്കഴിഞ്ഞു. 80ഓളം ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണങ്ങളാണ് എത്തിയതെന്ന് അറിയുന്നു. അപ്പോൾ ഇന്ന് ദേശാഭിമാനിയിലെ മുഖപ്രസംഗത്തിലടക്കം പറയുന്നത് ഒറ്റപ്പെട്ട ഒരു വിഷയം, ആ വിഷയം ഡോക്ടർ ഉയർത്തുന്നു, അത് പരിഹരിച്ചും കഴിഞ്ഞു. അപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ എല്ലാം പരിഹരിക്കപ്പെട്ടു എന്ന വിലയിരുത്തലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? KGMCTA എത്തുന്നുണ്ടോ? മെഡിക്കൽ കോളേജുകളിലുള്ള പ്രശ്നങ്ങൾ കാലാകാലങ്ങളായിട്ട് എല്ലാ HODമാരും കൃത്യമായിട്ട് മുകളിലേക്ക് അറിയിക്കാറുണ്ട്. അപ്പോൾ ആ അറിയിച്ച് കാലതാമസം വന്നപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂ സഹിക്കവയ്യാതെയാണ് ഹാരിസ് സാറ് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. KGMCTA കഴിഞ്ഞ ദിവസം ഒരു പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയിരുന്നു. ആ പ്രൊട്ടസ്റ്റിൻ്റെ ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിരുന്നതാണത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലെ മെഡിക്കൽ ഫാക്കൽറ്റി, മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഫ്രാസ്ട്രക്ചറുമായി, ഡെഫിഷ്യൻസീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. പലപ്പോഴും ഇവിടെ MBBS സീറ്റുകൾ അല്ലെങ്കിൽ PG സീറ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള പോസ്റ്റുകളാണ്. എത്രയോ വർഷങ്ങളായിട്ട് വലുതായി ഉള്ള ഒരു ചേഞ്ചസ് ഇല്ലാതെ ഇത്രയും നമ്പർ ഓഫ് പോസ്റ്റുകളാണ് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതിൽ കാര്യമായ മാറ്റം വേണം നമുക്ക് പേഷ്യൻ്റ് കെയർ കൊടുക്കാനായിട്ട്. പേഷ്യൻ്റ് ലോഡും അതുപോലെ തന്നെ പുതിയ പുതിയ സ്കാനിങ് സംവിധാനങ്ങൾ, ട്രീറ്റ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അനുസൃതമായിട്ട് പേഷ്യൻ്റ് ലോഡ് ഡീൽ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഇത് ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെഫിഷ്യൻസീസ്, ഇപ്പോൾ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അതനുസരിച്ച് ഉള്ള സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജുകളിൽ ഒരുക്കേണ്ടതുണ്ട്. അതിന് ഒരു എക്സാമ്പിൾ, ഈ റെഡ് ടേപ്പിസത്തിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാസ്റ്റർ പ്ലാനിൻ്റെ അവസ്ഥ 2018 അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കൊടുത്ത ഒരു പദ്ധതിയാണത്. ഏകദേശം 720ഓളം കോടി രൂപ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജിന് കിട്ടി. വളരെ നല്ല ഒരു ഫണ്ടിങ് ഉള്ള ഒരു പദ്ധതിയാണ്. ശരിക്കും പറഞ്ഞാൽ മെഡിക്കൽ കോളേജിനെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കാനായിട്ട് വളരെ നല്ലൊരു ഫണ്ടിങ്. പക്ഷേ ഇത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. 100 കണക്കിന് മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട ഹെൽത്ത് മിനിസ്റ്റർ തന്നെ മുൻകൈ എടുത്ത്, ഇതിൽ ഡിലേ വരുന്നതുകൊണ്ട് മുൻകൈ എടുത്ത് തന്നെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇതിൽ വളരെയധികം മെല്ലപ്പോക്കുണ്ട്. അപ്പോൾ അതൊരു ഉദാഹരണം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ വാർഡ്, അതായത് ഏകദേശം എന്താ പറയുക, ഒരു 4 വാർഡോളം ഉള്ള ഒരു കെട്ടിടം ഇടിച്ച് അവിടെ ഇപ്പോൾ പാർക്കിംഗ് ഏരിയ ആക്കിയിട്ട് എത്ര വർഷങ്ങളായി? 3 വർഷമായിട്ട് ഈ പേഷ്യൻസിനെ എല്ലാം ബാക്കി വാർഡുകളിലേക്ക് ക്രാം ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത്. അപ്പോൾ അത് ഹാരിസ് സാറ് ഒരു കാര്യം ഉന്നയിച്ചെങ്കിൽ അതിൽ ഇതേപോലെ തന്നെ പല പദ്ധതികളിലും ഇങ്ങനെയുള്ള ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനെന്താണ് വേണ്ടത്, മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. ഈ
ഈ സംവിധാനത്തിലേക്ക് വരാനായിട്ട് പുതിയ ഡോക്ടർമാരും മടിക്കുന്നുണ്ട്. കാരണം അവരുടെ വേതന വ്യവസ്ഥകളും വളരെ നല്ല രീതിയിലുള്ളതല്ല. അതിലുള്ള അപാകതകളും ചൂണ്ടിക്കാട്ടി നമ്മൾ പലപ്പോഴും സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക സഹിതം ഞങ്ങൾക്ക് 5 വർഷത്തെയാണ് കിട്ടാനുള്ളത്. അപ്പം ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പലതവണ കൊടുത്തിട്ടുണ്ട്. അപ്പം ഒരു പ്രശ്നം എന്നല്ല, ഈ മെല്ലെപ്പോക്ക് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അത് രോഗികളെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം പബ്ലിക്കാണ് അത് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ഇതോരോന്നും സാറ് പറഞ്ഞതുപോലെയും ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെയും ഓരോരുത്തരുടെയും മുന്നിൽ വരുന്ന ആൾക്കാർ എൻ്റെ സഹോദരനാണ് അല്ലെങ്കിൽ എൻ്റെ മകനാണ് എന്ന് അറിഞ്ഞ് തന്നെ ആ ഫയല് ജീവനുള്ള ഒരു ഫയലാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അതിലൊരു തീരുമാനം എടുക്കുകയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ നീക്കുകയും ചെയ്യാനായിട്ട് നമ്മൾക്ക് എന്താണ് തടസ്സം എന്നുള്ളത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസിനെ ഇതിൻ്റെ പേരിൽ ക്രൂശിക്കുന്നത് ഒട്ടും ശരിയായൊരു നയമല്ല. അത് കേരളത്തിലെ ഇത്രയും പ്രബുദ്ധരായ ജനങ്ങൾ, പൊളിറ്റീഷ്യൻസ്, നമ്മൾ പലപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ പൊളിറ്റിക്സിന് അതീതമായാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല, ഞങ്ങളുടെ സംഘടനയ്ക്കും ഇൻഡിപെൻഡൻറ്റ് പൊളിറ്റിക്സ് ഇല്ല. ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം, പക്ഷെ അത് വ്യത്യസ്തമാണ്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഈ ഇത്രയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതിലൊരു സംശയവുമില്ല. പക്ഷേ ഡോക്ടർ ഹാരിസ് ചെയ്ത് ശരിയായ രീതിയിൽ ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്ന നടപടിയല്ല എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. അവിടെ പഞ്ഞിയോ മരുന്നോ മറ്റോ ഇല്ലാതിരുന്നിരിക്കാം എന്ന് അതിനെ ചുരുക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങളോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ തുടർച്ചയായി ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിന് പിന്നാലെയാണ് ഇന്ന് പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം വരുന്നത്. ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ പല ഭാഗങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിക്കപ്പെടുന്നുണ്ട്. എല്ലായിടത്തും ഡോക്ടർ ഹാരിസ് പ്രതിക്കൂട്ടിലാകുന്നുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ സംഘടന എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാനിരിക്കുന്നത്? ഇപ്പോൾ നടത്തുന്ന പ്രതികരണങ്ങളെ നിങ്ങൾ എങ്ങനെയാണ്, അതിനോടുള്ള മറുപടി എന്താണ്? ഇതിനുള്ള മറുപടി നേരത്തെ തന്നെ സംഘടന വളരെ കൃത്യമായി കൊടുത്തതാണ്. അതായത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു ശക്തമായ നടപടി ഉണ്ടാവുകയാണെങ്കിൽ സംഘടന ശക്തമായി തന്നെ മുന്നിട്ടിറങ്ങും. കാരണം അതിനുള്ള ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലില്ല. അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത് തീർച്ചയായും ഉണ്ടാവും. ഈ ഒരു പർട്ടിക്കുലർ പ്രശ്നം സോൾവ് ചെയ്തു, ശരിയാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഈ മുൻകൈ എടുത്ത് നമ്മുടെ പൊതുജനാരോഗ്യ രംഗം നല്ല രീതിയിൽ നല്ല സ്പീഡിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ കേട്ടല്ലോ ഡോക്ടർ റോസ്നാര ബീഗം KGMCTA പ്രതിനിധിയാണ്. അതിലപ്പുറം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് അവിടെ നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന തടസ്സങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ CPIM ഇതിൽ ഒരു രാഷ്ട്രീയം കാണുന്നുണ്ടോ? ഇതിപ്പോൾ കഴിഞ്ഞ ദിവസമായാലും ആരോഗ്യമന്ത്രി UDF കാലത്തെ കണക്ക് 0 നിന്ന് തുടങ്ങി ഞങ്ങളിതാ വലിയ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രൂപത്തിൽ ചില കണക്കുകളുമായിട്ട് വരുന്നു. ഇതല്ലല്ലോ ചോദ്യം ഉന്നയിച്ചത് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ പ്രതിപക്ഷ നേതാവോ അല്ല. ഒരു ഡോക്ടർ ആ മെഡിക്കൽ കോളേജിനകത്തെ തൻ്റെ അനുഭവം, തനിക്ക് മുന്നോട്ട് പോകാൻ, തൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ, രോഗികൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നത്. ആ കാര്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്ന് പോലും അതിലാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ വളരെ ബഹുമാനത്തോടുകൂടി മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ കേട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ സൂയിസൈഡാണ് താൻ നടത്തിയതെന്നാണ്. അപ്പോൾ അദ്ദേഹം നടപടി എന്തു വന്നാലും പറയാനുള്ളത് പറയും എന്ന് ഉറച്ചു തന്നെയാണ് നിലപാടെടുത്തത്. അതിന് എന്തുകൊണ്ടാണ് നിങ്ങൾ രാഷ്ട്രീയമായി കാണുന്നത്? ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായി ഇതേ വിഷയത്തിൽ തന്നെയാണല്ലോ ചർച്ച. അന്ന് ഓപ്പറേഷൻ മുടങ്ങി, ഒരു ഉപകരണം വരാനുണ്ട്, അത് കിട്ടിയിട്ടില്ല എന്നതായിരുന്നു തുടക്കത്തിലുള്ള ചർച്ച. എന്നാൽ ഉപകരണം വന്നു, ഇന്നലെ മുതൽ ഓപ്പറേഷൻ പുനഃസ്ഥാപിച്ചു, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. ഇതിനിടയിൽ റിപ്പോർട്ടർ ചാനൽ തന്നെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിലൊന്ന് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ പണസമ്പാദനം, ഒരൊറ്റ വീട് പോലും നിർമ്മിച്ച് നൽകിയിട്ടില്ല അവർ നേരിട്ട്, ഗവൺമെന്റ് സംവിധാനത്തിന് പണം കൊടുത്തിട്ടില്ല എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2-3 ദിവസം പൊതുസമൂഹത്തിൽ വലിയ ശക്തമായിട്ടുള്ള അഭിപ്രായം, പൊതുജനങ്ങളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. ഇന്ന് അവർ മറുപടിയായിട്ട് വരുമ്പോഴും ഗവൺമെന്റ് സംവിധാനത്തെ അവർ അപ്രോച്ച് ചെയ്തതായിട്ട് ഒരു രേഖയും കാണിച്ചില്ല.
ഈ ചർച്ച നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് ഒരു ദിവസം പോലും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറായില്ല. ഇന്ന് രാവിലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു വാർത്ത, ഇന്ന് പാർട്ടി മുഖപത്രത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാണല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. നിങ്ങൾ ഉന്നയിക്കുമ്പോൾ മാത്രം അത് ഗുരുതരമായ വിഷയമാകുന്നു. മറ്റു മാധ്യമങ്ങളുടെ വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ കൂടി ഒന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം ഞാൻ അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്ന് ദേശാഭിമാനിയിൽ മുഴുവൻ ഭാഗത്തും ആരോഗ്യ മേഖലയിലെ നേട്ടങ്ങൾ, ആരോഗ്യമന്ത്രിയുടെ അഭിമുഖം, മുഖപ്രസംഗത്തിൽ ഈ വിഷയമാണ് ആണല്ലോ. അപ്പോൾ അതിനൊരു ഗൗരവം താങ്കൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് മറുപടിയിലേക്ക് വരാം, വിഷയത്തിലേക്ക് വരാം. അല്ല, അത് ഉൾക്കൊണ്ടിട്ടില്ല. എൻ്റെ മറുപടി ഞാൻ വരും. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് പറയും. 1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടു. നിങ്ങൾ റിപ്പോർട്ടർ തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാന വാർത്ത, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവിടെ തന്നെ താൽക്കാലിക ഡ്രൈവറായിട്ട് മാറ്റിയിരിക്കുന്ന ഒരാളെ കൊണ്ട് SC/ST ഫണ്ട് ദുരുപയോഗം ചെയ്യുന്ന വാർത്ത നിങ്ങൾ തന്നെ പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു. അത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് മടി കാണിച്ചു. 70 രൂപ ഓമനക്കുട്ടൻ ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ തുക മാറ്റിവെച്ചപ്പോൾ അത് മാസങ്ങൾ ചർച്ച ചെയ്ത ചാനലുകൾ ഉള്ളപ്പോൾ നിങ്ങൾ അതുപോലും ചർച്ചയാക്കാതെ നിങ്ങൾ ഒതുക്കി കളയുന്നതും 3-4 ദിവസമായി പരിഹരിക്കപ്പെട്ട ഒരു പ്രശ്നത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പത്രങ്ങൾ പല എഡിറ്റോറിയൽ എഴുതും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഈ 2 വാർത്തയും റിപ്പോർട്ടർ ചാനൽ തന്നെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അത് ചർച്ച ചെയ്യാൻ നിങ്ങൾ സമയം കണ്ടെത്താത്തതിൽ എൻ്റെ പാർട്ടിക്കുള്ള പ്രതിഷേധം ശക്തമായി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം, ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കൃത്യമായി അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തുകയാണ്. അത് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കൃത്യമായി ആ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടർ നടപടി ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വീകരിക്കും. ഇവിടെ അദ്ദേഹം ഉയർത്തിയ വിഷയം 3 ഓപ്പറേഷൻ കഴിഞ്ഞ് 4ാമത്തെ ഓപ്പറേഷനായിട്ട് പോകുമ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഓപ്പറേഷൻ നടത്തുമ്പോൾ ഒരു ഉപകരണത്തിന് കേടുപാട് സംഭവിച്ചു. ആ ഉപകരണം നേരത്തെ വാങ്ങണം എന്ന് അദ്ദേഹം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതായിരുന്നു. എന്നിട്ട് നടപടി സ്വീകരിച്ചില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ആ വിഷയം ഫേസ്ബുക്കിലാണോ പോസ്റ്റ് ചെയ്യേണ്ടത്? അദ്ദേഹം എന്നാണ് അത് ആവശ്യപ്പെട്ടത്? അതിനുശേഷം ആവശ്യപ്പെട്ടതിന് ശേഷം ആ ഫയൽ എങ്ങനെയാണ് നീങ്ങിയത്? ആ ഫയൽ എവിടെയൊക്കെയാണ് സ്ട്രക്കായിട്ട് നിന്നത്? എവിടെയെങ്കിലും അത് സ്ട്രക്കായിട്ട് നിന്നിട്ടുണ്ടോ? എന്നാണ് ആ ഉപകരണത്തിന് വേണ്ടി ഓർഡർ കൊടുത്തത്? ആര് വഴിയാണ് ഓർഡർ കൊടുത്തത്? ആ ഓർഡർ കൊടുത്ത തീയതി എന്നാണ്? ഓർഡർ കൊടുക്കുമ്പോൾ എത്ര ദിവസം സാവകാശം എന്നാണ് അത് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിക്കപ്പെട്ട കമ്പനി നിശ്ചയിച്ചിരുന്നത്? അത് എന്നാണ് വന്നത് എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായി അന്വേഷണം നടക്കുമല്ലോ. ഇവിടെ അദ്ദേഹം 27-ാം തീയതിയാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27-ാം തീയതിയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടത്. 28, 29 ഒക്കെ നമ്മൾ ചർച്ചയുടെ ഭാഗമായിട്ട് ഇരുന്നതാണ്. 2-ാം തീയതി ചൊവ്വാഴ്ചയാണ് അത് ആ ഓർഡർ സ്വീകരിച്ചുകൊണ്ട് ഉള്ള ഉപകരണം വന്നത്. ഏതായാലും ഹൈദരാബാദിൽ നിന്നൊരു ഉപകരണം വന്നെങ്കിൽ 2-3 ദിവസം പോരാ, അതിൽ കൂടുതൽ വേണം. ഞാൻ മനസ്സിലാക്കുന്നത് 8/5/2025 അതായത് ഒരു 1.5 മാസം മുമ്പ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം അവിടുത്തെ സൂപ്രണ്ടന്റ് കൃത്യമായിട്ട് നിർദ്ദേശം കൊടുത്ത് അത് കത്ത് കൊടുത്ത് അതിൻ്റെ ഭാഗമായി ബുക്ക് ചെയ്ത ഉപകരണമാണ് ചൊവ്വാഴ്ച വന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന രൂപത്തിൽ ഇദ്ദേഹം അറിയാതെ ഏതായാലും ഓർഡർ കൊടുക്കില്ല. ഓർഡർ കൊടുത്താൽ ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് HOD വിളിക്കും എന്നാണ് കൊണ്ടുവരുന്നത്. എന്താണ്? അല്ലെങ്കിൽ HOD അങ്ങോട്ട് വിളിക്കണം, കാരണം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് വിളിച്ച് ഓർഡർ സ്വീകരിച്ചോ എന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള റിസപ്ഷൻ എന്നാണ് തിരിച്ച് കിട്ടുക, പുറപ്പെട്ടോ, എങ്ങനെയാണ് അത് അയക്കുന്നത് എന്നതിനെക്കുറിച്ചെല്ലാം ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഏതായാലും അന്വേഷണ കമ്മീഷൻ അന്വേഷിക്കട്ടെ. താങ്കളുടെ ചില സംശയങ്ങളുണ്ട്. അതായത് ഡോക്ടർ ഹാരിസ് അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് മറ്റെന്തൊക്കെയോ ദുരുദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് താങ്കൾ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തന്നെ അറിഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ കൊടുത്തിരിക്കുന്ന ഓർഡർ പ്രകാരം വന്നിരിക്കുന്ന ചൊവ്വാഴ്ച വന്നിരിക്കുന്ന ഉപകരണങ്ങൾ അല്ലേ. പക്ഷേ ചൊവ്വാഴ്ച ഉപകരണം എത്തുമെന്നുള്ള ഉറപ്പ് പിന്നീട് സർക്കാർ നൽകിയതാണല്ലോ മന്ത്രിക്ക്. അങ്ങനെയാണല്ലോ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നത്. അല്ല, നിങ്ങളുടെ വാർത്ത, നിങ്ങളുടെ ലേഖകൻ ശേഖരിക്കുന്ന വാർത്തയാകാം. ആ വാർത്തയുടെ ആധികാരികതയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ആധികാരികതയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ആധികാരികമായി പറയുമ്പോൾ താങ്കൾ സോഴ്സ് ഒന്ന് പറയൂ. എവിടെ നിന്നാണ് താങ്കൾക്ക് ഈ വിവരം കിട്ടുന്നത്? ഇതുവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പറയാത്തൊരു കാര്യം. കഴിഞ്ഞ ദിവസം നിങ്ങൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും അത് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നടത്തും എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. ആ ഉറപ്പാണല്ലോ ആരോഗ്യമന്ത്രി നൽകിയിരുന്നത്. അങ്ങനെയെങ്കിൽ ആരോഗ്യമന്ത്രി പറയണ്ടേ? നേരത്തെ തന്നെ സൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ചൊവ്വാഴ്ച എത്തുമെന്നല്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെയല്ലല്ലോ മന്ത്രി പറഞ്ഞത്. അല്ല, ഇവിടെ അന്ന് പറഞ്ഞത് മന്ത്രിയുടെ ഓഫീസുമായി നേരത്തെ ബന്ധപ്പെട്ടിരുന്നു, ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു എന്ന് ചില ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞു. താങ്കൾ ലീഡ് ചെയ്ത ചർച്ചയിലടക്കം ഈ ആവശ്യത്തിനല്ല പോയത്, മറ്റു പല ആവശ്യങ്ങൾക്കാണ്.
പോയപ്പോൾ ഇതും സൂചിപ്പിച്ചു അത് കുറെ മുമ്പാണ് എന്നതാണ്. ഒരു തീയതിയോ ഡേറ്റോ ഈ വിഷയമായിട്ടാണോ എന്നൊരു ക്ലാരിഫിക്കേഷൻ അവിടെ മന്ത്രി ഓഫീസിൽ പോയപ്പോൾ ഞാൻ പറയട്ടെ മാഡം, ഞാൻ പറയട്ടെ, ഞാൻ എന്റെ വാദമാണല്ലോ ഞാൻ പറയുന്നത്, താങ്കൾക്ക് മറുവാദമുണ്ടെങ്കിൽ സൂചിപ്പിക്കാം. അപ്പോൾ മന്ത്രി ഓഫീസിൽ ചെല്ലുമ്പോൾ ഒരു തരത്തിലും തനിക്ക് ബുദ്ധിമുട്ടുണ്ടായില്ലെന്നും താൻ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചു എന്നും ചില ചാനലുകളിൽ അദ്ദേഹം പറഞ്ഞു. എന്നാൽ മറ്റു ചില ചാനലുകളിൽ മറിച്ചും പറഞ്ഞിട്ടുണ്ട്. മന്ത്രി ഓഫീസിൽ അദ്ദേഹം ഈ ആവശ്യം പറഞ്ഞപ്പോൾ അത് പരിഹരിക്കപ്പെട്ടു എന്നും അതിനുശേഷം ഇതേ ഉപകരണം പ്രോബ് 2 എണ്ണം മന്ത്രി ഓഫീസിൽ നിന്ന് ഇടപെട്ട് കൃത്യമായിട്ട് അദ്ദേഹത്തിന് വരുത്തിച്ചു കൊടുത്തിരുന്നു എന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ഒരു സാഹചര്യം കൃത്യമായി ഈ മാസം തന്നെ ഏകദേശം 242 ഓപ്പറേഷൻ 25 ദിവസം കൊണ്ട് പൂർത്തീകരിച്ച് 26, 27 തീയതികളിലെല്ലാം നിശ്ചയിച്ച ഓപ്പറേഷൻ എല്ലാം നടന്ന് അവസാന ദിവസം 4 ഓപ്പറേഷനിൽ 3 എണ്ണവും പൂർത്തീകരിച്ചിട്ടാണ് 4ാമത്തെ ഓപ്പറേഷന്റെ സമയത്ത് ഉപകരണത്തിന് നമ്മുടെ ചർച്ചയിൽ തന്നെ പങ്കെടുത്തപ്പോൾ നമ്മൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നു, ഇങ്ങനെയാണല്ലോ ആശുപത്രിയിൽ നിന്നും സൂപ്രണ്ട് പറയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുന്നു അങ്ങനെയല്ല, 4-ൽ 1 ഓപ്പറേഷനേ നടന്നിട്ടുള്ളൂ, 3 എണ്ണം നടന്നിട്ടില്ല. അതിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യം, ഒരു മകൻ്റെ പ്രായമുള്ള പയ്യന്, അദ്ദേഹം വേദന അനുഭവിച്ചുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്നു, ആ ഓപ്പറേഷൻ ഉടനടി ചെയ്യേണ്ടതായിരുന്നു, അതിൽ വൈകാരികമായി അതിൽ കുറിപ്പിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടിയല്ല അദ്ദേഹം അത് പ്രതികരിച്ചതെന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് എന്താണ്? മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ശസ്ത്രക്രിയകൾ വൈകുന്നില്ല എന്നാണോ? എന്താണ് പറഞ്ഞു വരുന്നത്? നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യമല്ലേ, സാധാരണ ജനങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് വ്യക്തവുമാണ്, കൃത്യവുമാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം ചാനലിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പൊതുസമൂഹത്തിൽ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് താങ്കൾ വിശ്വസിക്കുന്നു. അത് വച്ച് താങ്കൾ 4-5 ദിവസമായിട്ട് ചർച്ച സംഘടിപ്പിക്കുന്നു. അദ്ദേഹം പറഞ്ഞതാണോ ശരി? മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ പൂർത്തീകരിച്ച് കിടക്കുന്ന രോഗികൾ, അവിടെ പെൻഡിങ് ഓപ്പറേഷനുള്ള ലിസ്റ്റ്, അതുപോലെ തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളും അവിടെ ഉത്തരവാദിത്തപ്പെട്ട മറ്റു ഉദ്യോഗസ്ഥന്മാരുടെ മൊഴികളാണോ ശരി? ഏതാണ് വസ്തുത ശരി എന്ന് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ താങ്കൾക്ക് ആധികാരികമായ വിവരം കിട്ടിയ മട്ടിലാണ് ഇപ്പോൾ ഡോക്ടറെ തന്നെ സംശയിക്കുന്ന രീതിയിൽ, ഡോക്ടർ ഹാരിസിനെ സംശയിക്കുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് താങ്കളിൽ നിന്ന് കേൾക്കുന്നത്. ഇതുവരെയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. മന്ത്രി ആദ്യത്തെ ദിവസം കണക്കുകൾ പറഞ്ഞു, 2ാമത്തെ ദിവസമായപ്പോഴേക്കും ഡോക്ടർ നല്ലതാണ്, ഡോക്ടർ മിടുക്കനാണ്, ഡോക്ടർ നല്ല മികച്ച വ്യക്തിയാണ് എന്ന രൂപത്തിൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം, ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം, മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അപ്പോൾ നിങ്ങൾ ഡോക്ടർ ഹാരിസിനെ നോട്ടമിട്ടിരിക്കുന്നു എന്നതിന് കൃത്യമായ സൂചനയായി തന്നെ അതിനെ കാണേണ്ടി വരും. കാരണം ഒരു വിമർശനം പറഞ്ഞുകൂടാ. വിമർശനം പറയുന്ന ഒരു ഡോക്ടറാകട്ടെ, ഏത് സാധാരണക്കാരനാകട്ടെ, അയാൾ സർക്കാർ വിരുദ്ധനാണ്. സർക്കാർ വിരുദ്ധനെന്നല്ല, കേരള വിരുദ്ധനാണ്. കേരളം നമ്പർ 1, കേരളത്തിന് അപഖ്യാതി ഉണ്ടാക്കി എന്നതാണല്ലോ വാദം. ഒരു വിഷയം അത് ഉന്നയിക്കുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, അത് അഡ്രസ്സ് ചെയ്തു എന്നാണല്ലോ ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ എഴുതിയിരിക്കുന്നത്. ഉന്നയിക്കപ്പെട്ട ഒറ്റപ്പെട്ട പ്രശ്നം പരിഹരിച്ചു, അത് ആവർത്തിക്കാതിരിക്കാനുള്ള സത്വര നടപടികളിലേക്കും സർക്കാർ കടന്നു. പിന്നെ എങ്ങനെയാണ് അത് നേരത്തെയുള്ള വിഷയമായിട്ട് പറയുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിന് അത് മാറ്റി എഴുതുന്നത്? നിങ്ങളുടെ സൗകര്യത്തിന് മാറ്റി എഴുതുന്നില്ല. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. ആ സത്യം പുറത്തു വരും. ആ സത്യം പുറത്തു വരാനാണ് അന്വേഷണ കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രംഗത്തുള്ള വിദഗ്ധന്മാരാണ്. അവർ വസ്തുതകൾ പരിശോധിക്കുന്നു, രേഖകൾ പരിശോധിക്കുന്നു, മൊഴികൾ പരിശോധിക്കുന്നു. നിങ്ങൾ ഇപ്പോഴും ഒരു ഡോക്ടറുടെ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ആ ഡോക്ടറുടെ കഴിവിനെ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിച്ചിട്ടില്ല. അന്നും ഇന്നും പറയുന്നത് മികച്ച ഡോക്ടർ തന്നെയാണ്. നിരവധി മികച്ച ഡോക്ടർമാരുടെ കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ആരോഗ്യ മേഖല ഇങ്ങനെ മാറിയത്. ഡോക്ടർ റോസ്നാര ബീഗം അവരുടെ കഠിനാധ്വാനം, അവരുടെ അമിത അധ്വാനത്തെക്കുറിച്ച്, കാരണം അവർക്ക് വേണ്ടത്ര സ്റ്റാഫില്ല, അവർ എത്രത്തോളം കൂടുതൽ പണി ചെയ്യേണ്ടി വരുന്നു, ആ ജോലിക്കുള്ള ശമ്പളം അവർക്ക് കൃത്യമായി കിട്ടുന്നില്ല, അതിൽ വർധനയുണ്ടാകുന്നില്ല, അവരുടെ പ്രശ്നങ്ങളാണ് ഓരോന്നായി ചൂണ്ടിക്കാണിക്കുന്നു. ഞാൻ ബാക്കി അതിഥികളിലേക്ക് പോകുന്ന മുമ്പ് ഡോക്ടർ റോസ്നാരയിലേക്ക് ഒന്നുകൂടി പോകുന്നു. ഡോക്ടർ റോസ്നാര, ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാറിന്റെ പ്രതികരണം കണ്ടല്ലോ. ഇതിലെന്താണ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ നിന്നും? ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ അതിൽ വസ്തുതയില്ല, കാരണം ഈ പറയുന്ന ഉപകരണങ്ങൾ അവിടെ ഇല്ല എന്നുള്ള വിഷയം നേരത്തെ തന്നെ സുപ്രണ്ട് പറയുകയും അതിന്മേൽ ഓർഡർ കൊടുക്കുകയും ചെയ്താണ്. ചൊവ്വാഴ്ച അതിൻ്റെ വഴിക്ക് വരേണ്ട ദിവസമായിരുന്നു. അതായത് ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ചത് കൊണ്ട് എത്തിയതല്ല ഉപകരണങ്ങൾ എന്നതിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പോഴുള്ള പുതിയ നരേഷൻ. ഇതിലെ എക്സ്പ്ലനേഷൻസ് ഇപ്പോൾ പലയിടത്തു നിന്നും പല ഭാഗത്തു നിന്നും പല രീതിയിലാണല്ലോ വരുന്നത്.
ഡോക്ടർ ഹാരിസ് KGMCTയുടെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അദ്ദേഹം ഞങ്ങളുടെ GB-കളിൽ തന്നെ പലപ്പോഴും അവിടുത്തെ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റും മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ കാര്യത്തിൽ അന്വേഷണം വരട്ടെ, അന്വേഷണം വന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകട്ടെ. അപ്പോൾ ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഈ ഇത്രയും ദിവസം ചർച്ച നടന്നിട്ടും ആർക്കും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുന്ന പോലെയാണ്. അത് മാത്രമായിട്ട് അന്വേഷിക്കരുത്. അന്വേഷിക്കൂ നിങ്ങൾ. പ്ലാൻ ഫണ്ടിൽ വെട്ടിച്ചുരുക്കൽ നടന്നിട്ട് നമുക്ക് വന്നിട്ടുള്ള ആ എമൗണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്, അതിൽ എത്ര രൂപ തിരിച്ചടച്ചിട്ടുണ്ട് ഓരോ മെഡിക്കൽ കോളേജസും, എന്തുകൊണ്ടാണ് ഇതിൻ്റെ യൂട്ടിലൈസേഷൻ നടക്കാതെ പോയത്, ഇതിൻ്റെ ഓരോന്നിൻ്റെ പർച്ചേസ് ഓർഡറിൻ്റെ ഡേറ്റ് എന്തുകൊണ്ടാണ് ഈ ഡേറ്റുകൾ മാർച്ചിലും ഫെബ്രുവരിയിലും ഒക്കെ വരുന്നത്. മിനിമം 3 മാസമെങ്കിലും പർച്ചേസിന് വേണ്ട സാധനങ്ങൾക്ക് നിങ്ങളൊരു പർച്ചേസ് ഓർഡർ മാർച്ച് 15-ന് തന്നാൽ അതെങ്ങനെ പ്രൊക്യൂർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇതിലൊക്കെ അന്വേഷണം വേണം. ഈ അന്വേഷണം ഒരു കാര്യത്തിൽ മാത്രമല്ല, മെയിൻ്റനൻസ്, ഉപകരണങ്ങളുടെ മെയിൻ്റനൻസിന് എന്തുകൊണ്ട് പ്ലാൻ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് കാശ് അനുവദിക്കുന്നില്ല? പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നടന്നു പോകും. ഇതിന് ഈ 3 മാസം മുന്നേ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തീരുമാനം ഉണ്ടാകാനായിട്ട് സമയമെടുക്കുന്നു. അതിന് കാലതാമസം വരുമ്പോൾ അത് HODയുടെ പ്രശ്നമായിട്ട് HODയുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടുക എന്നുള്ളത് അത് ശരിയായൊരു നയമല്ല. ഞങ്ങളുടെ അംഗങ്ങൾ കൃത്യമായിട്ട് ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളിലും പ്രിൻസിപ്പൽ ഓഫീസിൽ കോളേജ് കമ്മിറ്റി ഓഫ് മാനേജ്മെൻറ്റ് നടക്കാറുണ്ട്. അതിൻ്റെ മിനിറ്റ്സുകളും ഒക്കെ പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളതെന്ന്. അപ്പോൾ ഈ ഓരോ മിനിറ്റ്സും മാസങ്ങൾ തോറും നടക്കുന്ന CCM-ൻ്റെ മിനിറ്റുകളിൽ കൃത്യമായി ഇത് മിനിറ്റ് ചെയ്യപ്പെടണം. അല്ലാതെ ഞങ്ങൾ CCM-ന് പോയിരിക്കുമ്പോൾ ആദ്യം ഒപ്പ് ശേഖരിച്ചിട്ട് അത് കഴിഞ്ഞൊരു മിനിറ്റ്സ് തയ്യാറാക്കി അടച്ചു വെക്കുക അല്ല വേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. അറിഞ്ഞു കാണില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുകളിലേക്ക് എത്തണം. ഓരോ കോളേജുകളിൽ നിന്നും ഓരോ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിന്നും കൃത്യമായുള്ള വസ്തുതകൾ മുകളിലേക്ക് അറിയിക്കണം. അറിയിച്ച് അതിൽ നടപടികൾ എടുക്കട്ടെ. എവിടെയാണ് പ്രശ്നം വന്നത്, എവിടെയാണ് തടസ്സം വന്നത്, അവർ കണ്ടുപിടിക്കണം. അല്ലാതെ ഇതിൽ ഒരു ഡോക്ടർ ഹാരിസിനെ ക്രൂശിച്ചതുകൊണ്ട് ഈ സിസ്റ്റം നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ എല്ലാവരും പലപ്പോഴും ചെയ്യാറുണ്ട്, പല അവസരങ്ങളിലും. ഇപ്പോൾ തോന്നുന്നത് എന്താണ്? ഈ ഒരു വകുപ്പിലെ ഒരു വിഷയം മാത്രമല്ല, അദ്ദേഹം ഇന്നും പ്രതികരിക്കുന്നുണ്ട്. ആ പറഞ്ഞതിൽ നിന്ന് എന്താണ് സൂചന? നിങ്ങൾക്ക് കിട്ടുന്ന സൂചന എന്താണ് ഡോക്ടർ റോസ്ന? അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കാനാണെങ്കിൽ അത് ഞങ്ങൾ ശക്തമായി തന്നെ നേരിടും. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നം അദ്ദേഹം പുറത്ത് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കുറ്റം എന്ന് കണക്കാക്കുന്നെങ്കിൽ, അതുകൊണ്ട് കേരളത്തിലെ ആരോഗ്യ മേഖലയെ മൊത്തം താറടിച്ച് കാണിക്കുകയാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന കേരളത്തിന്റെ പ്രബുദ്ധതയ്ക്ക് ഒരു വിലയുമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പം ഇത് കഴിഞ്ഞു 2 ദിവസമായി, ഞങ്ങളുടെ OP-യിലോ IP-യിലോ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല, കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുമ്പോൾ അത് നിങ്ങൾ പരിഹരിക്കാനായിട്ട് പോസിറ്റീവായി ഒരു തുറന്ന മനസ്സോടുകൂടി വരൂ. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. പ്രതികരണങ്ങൾ മാത്രമല്ല, അതും വേണം. അതോടൊപ്പം തന്നെ ഡോക്ടർ അരുൺ കൂടി നമ്മോടൊപ്പം ചർച്ചയിലുണ്ട്. അദ്ദേഹത്തിലും വരാം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉയർത്തിയ വിഷയങ്ങൾ, അതിന് UDF കാലത്തെയും LDF കാലത്തെയും ആരോഗ്യ മേഖലയിലുണ്ടായ നേട്ടങ്ങളുടെയും കോട്ടങ്ങളുടെയും കണക്കെടുത്തുകൊണ്ട് നൽകുന്ന മറുപടിയെ എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? കാരണം UDF-ന്റെ 0-ൽ നിന്നാണ് ആരോഗ്യ സൂചനകളിൽ വളരെ വലിയ ഒരു കണക്കിലേക്ക് എത്തിയത് എന്നാണ് ആരോഗ്യമന്ത്രിയുടെ അവകാശവാദം. തീർച്ചയായും സ്മൃതി, ഡോക്ടർ ഹാരിസ് ഉയർത്തിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വരുന്ന രോഗികളുടെ പ്രയാസങ്ങൾ, വേദനകൾ, അതൊക്കെ കണ്ടപ്പോൾ ഉണ്ടായ ഒരു മാനസിക പ്രയാസത്തിൽ നിന്ന് അദ്ദേഹം നടത്തിയ പ്രതികരണമാണ്. അദ്ദേഹം ഇവിടുത്തെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവോ ഏതെങ്കിലും നിലക്ക് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുമല്ല. പക്ഷേ ഇപ്പോൾ സംഭവിച്ചൊരു കാര്യം, നമ്മൾ ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ പണ്ടൊരു കാര്യമുണ്ട്, ഈ കല്ലിങ്ങനെ ഉരുട്ടി അവിടെ എത്തിച്ചിട്ട് അത് താഴേക്ക് ഉരുട്ടി വിടും. അതുപോലെ ഇവരിങ്ങനെ ഒരു PR കല്ല് ഇങ്ങനെ ഉരുട്ടി ഉച്ചിയിൽ 1-ാം സ്ഥാനത്ത് കൊണ്ടുപോയി വച്ചിരുന്നു. ഡോക്ടർ ഹാരിസിൻ്റെ വെളിപ്പെടുത്തലോടെ വളരെ കൃത്യമായൊരു ഓഡിറ്റിംഗ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യം, കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകളുടെ കാലത്ത് എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു ഓഡിറ്റിംഗ് നടന്നപ്പോൾ ആ കല്ല് ഉരുണ്ട് താഴെ വന്നു.
ഇപ്പോൾ അതിൻ്റെ ഒരുതരം പ്രതികാര ബുദ്ധിയാണ്, ഇച്ഛാഭംഗത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം പ്രതികാര ബുദ്ധിയാണ് യഥാർത്ഥത്തിൽ ഈ ഡോക്ടർ ഹാരിസിനോട് അടക്കമുള്ള സമീപനങ്ങളിൽ ഇടത് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആരോഗ്യമന്ത്രി ഇതിൻ്റെ ഒരു ആദ്യത്തെ പ്രതികരണം എന്ന നിലക്ക് അവർ ഫേസ്ബുക്കിൽ 3 ദിവസങ്ങൾക്ക് മുൻപ് പങ്കുവച്ച ഒരു കുറിപ്പ്, അതിൽ പറയുന്നത് 2015-16 അന്ന് നമ്മുടെ മാതൃമരണ നിരക്ക് 43 ആയിരുന്നു. ഇപ്പോൾ ഞങ്ങളത് 19 കൊണ്ടുവന്നു. ശിശു മരണ നിരക്ക്, ഈ കുട്ടികളുണ്ടായി 3 വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന 1000 കുട്ടികളുടെ കണക്കെടുത്താൽ ഇപ്പോൾ അത് 6 2015-16 അത് 12 ആയിരുന്നു. നവജാത ശിശു മരണ നിരക്ക് 2015-16 6 ഇപ്പോൾ ഞങ്ങളത് 4 കുറച്ചു കൊണ്ടുവന്നു. നമ്മൾ പരിശോധിക്കാം, ക്രമാനുഗതമായി പരിശോധിച്ചു. ഈ മാതൃമരണ നിരക്കിന്റെ ദേശീയ ശരാശരി 2015-16 130 ആയിരുന്നു. പിന്നെ അത് 122 കുറഞ്ഞു, 112 കുറഞ്ഞു. ക്രമാനുഗതമായി ദേശീയ ശരാശരിയിൽ കുറവ് വന്നിട്ടുണ്ട്. കേരളം അതിൽ എല്ലാ കാലത്തും മുന്നിലായിരുന്നു, നമ്മുടേതും കുറവ് വന്നിട്ടുണ്ട്. ഇനി മാതൃമരണ നിരക്കിന്റെ 2011 കണക്കെടുത്താൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ്, അത് കേരളം ഭരിച്ചൊരു ഗവൺമെന്റ് ആണല്ലോ, ആ ഗവൺമെന്റിന്റെ അവസാന വർഷത്തെ കണക്കെടുത്താൽ അന്ന് നമ്മുടെ മാതൃമരണ നിരക്ക് 61. ആ 60 നിന്നാണ് ഉമ്മൻചാണ്ടി അതിനെ 43 കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഇതിപ്പോൾ വീണ്ടും കുറഞ്ഞ് ഇപ്പോൾ 19 വരുന്നത്. വെച്ചാൽ നമ്മൾ ഒരിക്കലും ഈ മാതൃമരണ നിരക്ക്, ശിശുമരണ നിരക്ക്, നവജാത ശിശുമരണ നിരക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ കാലത്തും ദേശീയ ശരാശരിക്ക് മുന്നിലായിരുന്നു. നമ്മെ ലോകം താരതമ്യപ്പെടുത്തിയത് പിണറായി വിജയന്റെ കാലം മുതൽക്കല്ല, വളരെ കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ആ മാതൃക സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോടാണ് നമ്മൾ ഈ വിഷയങ്ങളിലൊക്കെ താരതമ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഇത് പിണറായി വിജയന്റെ കേരളം 2016 ഉണ്ടായി, വീണ ജോർജിന്റെ കേരളം ദൗർഭാഗ്യവശാൽ 2021 ഉണ്ടായി. ഈ കണക്ക് കൊണ്ടൊന്നും ഈ തട്ടിപ്പുകളെ നമുക്ക് മറച്ചു വെക്കാൻ കഴിയില്ല. ഇനി 3 ദിവസം മുമ്പ് വീണ വിജയൻ FBയിൽ പോസ്റ്റ് ചെയ്ത് അവരുടെ വാളിലുള്ളൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ അവസാനം അവർ പറയുന്ന ഒരു കാര്യം, സ്മൃതി, നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഞാൻ ഉടനെ മടങ്ങുകയാണ്, ഇപ്പോൾ എറണാകുളത്താണ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എൻ്റെ കൂടെ വരണം, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്കൊന്ന് പോവാം എന്ന് പറഞ്ഞു. ഇന്ന് തൈക്കാട്ട് അവരുടെ വീടിൻ്റെ മുൻപിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ എല്ലാവരും കാത്തു നിന്നു. അവർ കാറിൻ്റെ ഗ്ലാസ് പോലും താത്താതെ പോയി. എന്നാൽ റിപ്പോർട്ടർ ചാനൽ അടക്കം കേരളത്തിലെ മുൻനിര മാധ്യമങ്ങൾ പലരും ഇന്ന് ക്യാമറകളുമായി വീണ ജോർജ് ഇല്ലാതെ തന്നെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ ചാനലുകളൊന്നും സ്റ്റുഡിയോ സെറ്റിട്ട് ഷൂട്ട് ചെയ്ത വ്യാജ വീഡിയോകളാണെന്നോ സ്ക്രിപ്റ്റഡ് വീഡിയോ ആണെന്നോ ഇവിടെ CPMന്റെ പ്രതിനിധി പറയില്ലല്ലോ. തണുത്തുറഞ്ഞ തറയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ, ഒരേ കട്ടിലിൽ 2 പേർ കിടക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ അടക്കം അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നു ഇവിടെ വേണ്ടത്ര സ്റ്റാഫ് സ്ട്രെങ്ത് ഇല്ല. എല്ലാ മെഡിക്കൽ കോളേജിൽ, കൊല്ലത്തെ പാരിപ്പള്ളിയിലാകട്ടെ, ആലപ്പുഴ വണ്ടാനത്താവട്ടെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാകട്ടെ, ഈ സ്റ്റാഫ് ഇല്ലാത്തതിൻ്റെ, മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ ഡാറ്റയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, ഡാറ്റ നമുക്ക് സൗകര്യത്തിനനുസരിച്ച് അങ്ങോട്ട് വ്യാഖ്യാനിക്കാം. സൗകര്യമുള്ള ഡാറ്റ പറഞ്ഞാൽ ഡാറ്റ ഇത് മാത്രമല്ല വേറെയുണ്ട്. പ്രതിപക്ഷം എന്താണ് കാണുന്നത്? പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞ ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെയും പാർട്ടി സെക്രട്ടറിയുടെയും ഒക്കെ പ്രതികരണത്തിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്നുള്ളതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആകട്ടെ ഡോക്ടറുടെ പ്രതികരണങ്ങളിൽ ഒരു കുനിഷ്ഠമുണ്ട് എന്ന് തനിക്ക് തോന്നുന്നില്ല എന്ന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പ്രതിപക്ഷവും കരുതുകയാണോ? അല്ല, സിസ്റ്റത്തിനൊരു തകരാറുണ്ട് എന്ന് ആദ്യം വീണ ജോർജ് പറയുന്നു. ഇന്ന് മുഖ്യമന്ത്രി നേരത്തെ കണ്ണൂരിലോ മറ്റോ നടന്നൊരു അവലോകന യോഗത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ചെറിയ ഒറ്റപ്പെട്ട സംഭവത്തെ പർവ്വതീകരിച്ച് കേരളത്തിന്റെ ആരോഗ്യരംഗത്ത്, ഇതാണ് ഞാൻ പറഞ്ഞത്, കല്ല് മുകളിൽ നിന്ന് താഴെ വന്നതിൻ്റെ ഒരു ഇച്ഛാഭംഗം മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വന്നതോടെ ഇപ്പോൾ സജി ചെറിയാൻ രംഗത്ത് വന്നു, പിന്നീട് പാർട്ടി സെക്രട്ടറി രംഗത്ത് വന്നു. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ വരുന്നവരും മെല്ലെ ഡോക്ടർക്കെതിരെ തിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഡോക്ടർ കഫീൽ ഖാന്റെ ഗതിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അവിടെ കുറേ കുട്ടികൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചപ്പോൾ അതിന്റെ കാരണം ഈ ഓക്സിജൻ കൊടുക്കുന്ന ലക്നൌവിൽ ഒരു കമ്പനിക്ക് കുറേ പൈസ കൊടുക്കാണ്ടായിരുന്നു, അവർ സപ്ലൈ നിർത്തി. അപ്പൊ കുട്ടികൾ മരിച്ചു. ഈ മനുഷ്യൻ ആ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു. അന്ന് യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അദ്ദേഹത്തെ വേട്ടയാടിയത് അത്ര തീവ്രതയിൽ കേരളത്തിൽ ആവർത്തിക്കണമെന്നില്ല, ഇത് കേരളമാണല്ലോ. പക്ഷേ അദ്ദേഹത്തിനെതിരെ ഒരു അച്ചടക്ക നടപടി ഉണ്ടാകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം UPയെ അപമാനിക്കുന്നു എന്നാണ്. ഇവിടെ ഇപ്പം അത് പറയാൻ തുടങ്ങി. യോഗി ആദിത്യനാഥിന്റെ പ്രശ്നം UPയിലെ അദ്ദേഹം പ്രതികരിച്ച മണ്ഡലമായിരുന്നു. അത് കേന്ദ്രീകരിച്ച് മൂപ്പരുടെ ഒരു വമ്പിച്ച PR വർക്കിലൂടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് പൊളിച്ചതിന്റെ ഇച്ഛാഭംഗമാണ്. ഇവിടെയും ഇത് ചൂണ്ടിക്കാണിച്ചാൽ, ഇപ്പൊ ഞാനതാണ് പറഞ്ഞത്, ഇത് ഡോക്ടർ ഹാരിസ് ഉന്നയിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, കേരളത്തിന്റെ പൊതുജന ഈ കൊടുക്കാനുള്ള കുടിശ്ശിക, ആ മെഡിക്കൽ ഷോപ്പ്, പിന്നെ അവിടുത്തെ ഫാർമസിയുടെ മുമ്പിൽ മരുന്നിന്റെ ചീട്ടുമായി പോകുമ്പോൾ മരുന്നില്ല എന്ന വാക്ക് കേട്ട് മടങ്ങേണ്ടി വരുന്ന ആ 100 കണക്കിന് മനുഷ്യർ, കടുത്ത വേദന സഹിക്കേണ്ടി വരുന്ന മനുഷ്യർ, ഇവരൊക്കെ കേരളത്തിലെ
യാഥാർത്ഥ്യമാണല്ലോ സ്മൃതി. ഇത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കതിൽ രാഷ്ട്രീയം ആരോപിക്കാം. പക്ഷെ പകലന്തിയോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കഠിനാധ്വാനി എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഡോക്ടർ കൂടി അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാതെ ഇവരൊക്കെ കേരളത്തെ ദ്രോഹിക്കുന്നവരാണ്, കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ദൃശ്യങ്ങൾ, ഈ കാഴ്ച കേരളത്തിന്റെ പൊതുജനാരോഗ്യത്തെ ഒരു PR പെരുമ്പറ മുഴക്കി ഒരു ഭാഗത്ത് പൊലിപ്പിച്ച് കാണിക്കുമ്പോൾ ഈ മനുഷ്യർ കാണുന്ന കാഴ്ചകൾ അത് കേരളത്തിൽ യാഥാർത്ഥ്യമാണ് എന്നത് മാത്രം നിങ്ങൾ മറന്നു പോകരുത് എന്നോ. അവിടെയാണ് നമ്മൾക്ക് ഉത്തർപ്രദേശിലെ കഫീൽ ഖാന്റെ ഒരു അനുഭവം ഇദ്ദേഹത്തിനും ഉണ്ടാകുമോ എന്ന് സംശയിക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് പക വീട്ടാൻ കേരളത്തിലെ ഗവൺമെന്റ് ഒരുങ്ങുകയാണോ എന്ന സംശയം ഞാൻ തുടക്കത്തിൽ തന്നെ സ്മൃതി മുന്നോട്ട് വെച്ചത്. ശരി, ഡോക്ടർ എൻ.എം. അരുൺ, നമ്മൾ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയം കേരളം ചർച്ച ചെയ്യുന്നത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനല്ല, മെഡിക്കൽ കോളേജുകളിൽ ഉള്ള ദുരവസ്ഥ അത് പല ഘട്ടങ്ങളിലായി മാധ്യമങ്ങൾ പല തവണ റിപ്പോർട്ടുകളായൊക്കെ നൽകുന്ന സമയത്തും അത് സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള നടപടിയായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ അതിനകത്തുനിന്ന് തന്നെ ഒരു ശബ്ദം ഉയരുകയായിരുന്നു. അതിൻ്റെ തുടർചലനങ്ങൾ ഉണ്ടായി, പലയിടത്തുനിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വന്നു. ഇപ്പോൾ ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസിനെ സംശയിക്കുന്ന രൂപത്തിൽ ഉള്ള പ്രതികരണങ്ങൾ ഇതിനകം തന്നെ ഭരണപക്ഷത്തുനിന്ന് ഉയരുകയാണ്. അങ്ങനെ ഒരു പ്രതികരണം ശരിയായിരുന്നു, ആ പ്രതികരണം ഉണ്ടായതുകൊണ്ടല്ലേ ചില തിരുത്തലെങ്കിലും ഉണ്ടായത് എന്നുള്ള അഭിപ്രായം ഒരു വശത്ത് വരുന്നുണ്ട്. ഡോക്ടർ അരുൺ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ഹാരിസ് വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പൊതുജന സമക്ഷം ഫേസ്ബുക്കിലിടുന്നു എന്നുള്ളതാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു വിസിൽ ബ്ലോവറാണ്. ഒരു ഉള്ളിൽ നിന്ന് തന്നെ ആ സംരംഭത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയുന്ന ഒരു വിസിൽ ബ്ലോവറായിട്ടാണ് ഹാരിസിനെ നമുക്ക് കാണാൻ പറ്റുക, ഡോക്ടർ ഹാരിസിനെ. അത് നല്ലൊരു നടപടിയായി എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെ നല്ലൊരു പരിപാടിയാണ്. അതുകൊണ്ട് അതായത് പല രീതിയിൽ പല ബ്യൂറോക്രാറ്റുകളോട് പല രീതിയിൽ കെഞ്ചിയിട്ടും സാധനങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗികൾക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരുന്ന വളരെ പാവപ്പെട്ട രോഗികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്നു മനസ്സിലാക്കിയത് കൊണ്ട് ആ വേദന കൊണ്ട് പറയുകയായിരുന്നു ഡോക്ടർ ഹാരിസ്. വളരെ നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തുന്ന ഒരു ഡോക്ടർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. അതിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ലോ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചാൽ മാത്രമേ അത് പൊതുസമക്ഷം ആളുകൾ അറിയുകയും ചെയ്യുകയുള്ളൂ. അങ്ങനെ മാത്രമേ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഏത് കമ്പനിയിലാണെങ്കിലും അങ്ങനെ ഒരു ആൾ, അതായത് ആ കമ്പനി അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച് അതിൻ്റെ പ്രശ്നങ്ങൾ മുന്നോട്ട് പറയുന്ന ഒരാളെ നമ്മൾ അപ്ലോഡ് ചെയ്യണം വേണ്ടത്, അവരെ നമുക്ക് അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് നമുക്ക് എന്താ പറയുക, അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ദിവസത്തിനും മാറിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് കാര്യങ്ങൾ കുറച്ച് മാറി വരികയാണ്. അദ്ദേഹത്തിനെ മേലാണ് ഇപ്പോൾ കുറ്റം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അദ്ദേഹം നുണ പറഞ്ഞു എന്ന രീതിയിലേക്ക് തന്നെ ആൾക്കാർ ഇപ്പോൾ പലപ്പോഴും ചർച്ചകൾ ആ വഴിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വെച്ചാൽ ഇനി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്ന ഒരാളും ഈ അതിലെ പ്രശ്നങ്ങൾ പുറത്തേക്ക് പറയാൻ ധൈര്യപ്പെടുകയില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളായിട്ട് തന്നെ കിടക്കും. അപ്പോൾ സർക്കാരിൻ്റെ എന്താ പറയുക പ്രതിച്ഛായ കൂടുതൽ മോശമാവാനാണ് പോകുന്നത്. എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഈ വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ഉന്നയിച്ച വിഷയത്തിൽ അതിൽ പരിഹാരമായി. ആ പരിഹാരം എന്നുള്ളത് ഉപകരണങ്ങൾ വളരെ വേഗം എത്തിച്ചു, ചൊവ്വാഴ്ച എത്തിച്ചു, ശസ്ത്രക്രിയകൾ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതോടുകൂടി ആ പ്രശ്നങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞു, മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങളേ ഇല്ല എന്ന രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് ഒരു വശത്ത്. മറ്റൊരിടത്ത് UDF കാലത്തെ നേട്ടം, LDF കാലത്തെ നേട്ടം, ആ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ 0 നിന്നാണ് തുടങ്ങിയത് എന്നൊരു കണക്കുമായിട്ടാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി എത്തുന്നത്. ഇത് ഈ സമയത്ത് നൽകേണ്ട ഒരു മറുപടിയായി ഇതിനെ കാണുന്നുണ്ടോ? ആ മറുപടിയിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന ചോദ്യം കൂടിയുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യം ഈ വിമർശനത്തിനെ ഇത്ര വളരെ മോശമായിട്ട് കാണാൻ പാടില്ല. പണ്ടും എനിക്ക് തോന്നുന്നു ആ കോവിഡ് കാലത്തൊക്കെ തന്നെ ചെറിയ വിമർശനങ്ങളെ തന്നെ നമ്മളൊരു രാജ്യദ്രോഹിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിമർശനങ്ങൾ നമ്മൾ കാര്യങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ ഒന്നും ഇവിടെ വളരെ മോശമാണെന്ന് ആരും പറയുന്നില്ല. ഈ മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ പണ്ട് മുതലേ കേരളം വളരെ മികച്ചതായിരുന്നു. ഇപ്പോഴും തരക്കേടില്ല, നല്ല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല രീതിയിലും. പക്ഷേ പല പ്രശ്നങ്ങളും ഉണ്ട്. ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ
നമ്മളത് ചൂണ്ടിക്കാണിക്കുകയും അത് എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ചെയ്യണമല്ലോ. അല്ല ചൂണ്ടിക്കാണിക്കാനേ പാടില്ല എന്ന് പറഞ്ഞാൽ ഇനി പ്രശ്നങ്ങൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഇനി ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇതേ പ്രശ്നങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ട്, എല്ലാ മെഡിക്കൽ കോളേജിലും ഉണ്ട്. ഇപ്പോൾ പാലക്കാട് ഞാൻ പാലക്കാട് ഇരിക്കുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് സ്ഥിതി വളരെ വളരെ ദയനീയമാണ്. ഇപ്പോഴും ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് രോഗിയെ ഇവിടെ റെഫർ ചെയ്യുന്നത് ജില്ലാ ആശുപത്രിയിലേക്കാണ്. ആ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആ രോഗിയെ പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് റെഫർ ചെയ്യുന്നത്. അപ്പോൾ പാലക്കാട് സംസ്ഥാന മറ്റേ ഗവൺമെൻറ് സെക്ടറിലെ ആരോഗ്യ രംഗം ഇപ്പോൾ വളരെ വളരെ ദയനീയമാണ്. എത്ര വർഷമായി ഇവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് ഇന്നലെയാണ് ആദ്യമായിട്ട് ഒരു ശസ്ത്രക്രിയ അവിടെ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു വെണ്ടയ്ക്ക ന്യൂസ് വരുന്നത്. ഇത്ര വർഷങ്ങൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് ശസ്ത്രക്രിയ നടത്തി. അത് പാലക്കാട് കാര്യമാണ്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല, പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ ആരോഗ്യമന്ത്രി മറ്റെല്ലാവരും പറയേണ്ടത് ഞങ്ങൾ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, അത് ഞങ്ങൾ പരിഹരിച്ചു വന്നിരുന്നുണ്ട്. ഇനിയും നിങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിക്കാം. ആ രീതിയിലൊരു പ്രോത്സാഹനജനകമായിട്ടാണ് അവർ സംസാരിക്കേണ്ടത്. അതിന് പകരം ഇങ്ങനെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 1-2 ദിവസത്തിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ടോൺ മാറിയിട്ടുണ്ട്. ഹാരിസിനെതിരായിട്ടുള്ള വളരെ വിമർശനങ്ങളായിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുന്നത് വളരെ നിർഭാഗ്യകരമാണ്. അതുപോലെ തന്നെ ഈ 0-ൽ തുടങ്ങി എന്നെല്ലാം പറയുന്നത് വിഡിതമാണ്. കേരളം നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കേരളം എപ്പോഴും ആരോഗ്യരംഗത്ത് മുന്നിൽ തന്നെയായിരുന്നു. ഈ 10 വർഷം അല്ലെങ്കിൽ പുതിയ പിണറായി സർക്കാർ വന്നിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയതിനെക്കാട്ടിലും കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട്. അടുത്ത 5 വർഷം 10 വർഷത്തിൽ ഇനിയും മെച്ചപ്പെടും. എന്നാൽ ഇപ്പോൾ മെച്ചപ്പെടുന്നതിൻ്റെ തോത് കണക്കാക്കുന്ന പല റിപ്പോർട്ടുകളിലും ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ പോലെ തമിഴ്നാടോ പഞ്ചാബോ അല്ലെങ്കിൽ ഈവൻ ഉത്തർപ്രദേശോ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മെച്ചപ്പെടുന്നതിൻ്റെ തോത് ചിലപ്പോൾ കേരളത്തിൽ അത്ര മെച്ചമാണെന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ട് പറയുന്നില്ല. ആക്ച്വലി വരുന്നുണ്ട്. അതെ, അത് മെച്ചപ്പെടുന്നതിൻ്റെ തോത്, അത് പെർസെൻറ്റേജ് ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ തോത്, അതിനൊരു കാരണമുണ്ട്. നമ്മൾ അന്നേ വളരെ മുന്നിലായതുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണത് വളരെ പിന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശിന് വളരെ പെട്ടെന്ന് മുന്നോട്ട് കുറച്ച് പോകാൻ പറ്റും. നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല, തെറ്റൊന്നുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള വിമർശനങ്ങളെ സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയും അത് ചർച്ച ചെയ്യുകയും കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആരോഗ്യ രംഗത്തേക്ക് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആര് ഭരിച്ചാലും മുന്നോട്ട് പോകണമെങ്കിൽ വിമർശനങ്ങൾ അത്യാവശ്യമാണ്. ആ വിമർശനങ്ങൾ ശരിക്കും ഹാരിസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പനിഷ്മെന്റ് അദ്ദേഹത്തിന് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ശരി, ഡോക്ടർ അഡ്വക്കേറ്റ് അരുൺകുമാറിലേക്കാണ് ഞാൻ വരുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇടവേളയ്ക്ക് ശേഷം എനിക്ക് കേൾക്കേണ്ടത് ഈ കഫീൽ ഖാനുമായി ബന്ധപ്പെട്ട ഒരു താരതമ്യം UP-യിൽ കഫീൽ ഖാനോട് ചെയ്തതുപോലെയാണോ ഇവിടെ ഡോക്ടർ ഹാരിസിനോട് ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യങ്ങൾ പല ഘട്ടങ്ങളിലായി വരുന്നുണ്ട്. അങ്ങയുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾക്ക് അങ്ങേക്ക് മറുപടി നൽകാം. ഈ കഫീൽ ഖാന്റെ സ്ഥിതിയാകുമോ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങളും ഉയരുകയാണ്. ഇവിടെ ഖാഫിർ ഖാന്റെ സ്ഥിതി ആകുമോ, കേരളം ഉത്തർപ്രദേശ് പോലെ ആകുമോ എന്നൊക്കെ വിമർശിക്കുന്നവരുടെ മനോനിലയെ ഒന്ന് പരിശോധിക്കണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഇവിടെ KGM-CTA ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്ത് ഓർഡർ ചെയ്യണതും ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയാണ്, ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ അതിനൊരു ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ കളക്ടറാണ് ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ വൈസ് ചെയർമാനായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. ഇതിൻ്റെ സെക്രട്ടറി കൺവീനറായിട്ട് പ്രവർത്തിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടൻ്റാണ്. ഇവരുടെ ഒപ്പുള്ള അല്ലെങ്കിൽ ഇവരുടെ ലെറ്റർ പാഡിലുള്ള ഒരു പർച്ചേസിംഗ് ഓർഡർ ഉണ്ടാവും. ഇപ്പോൾ ഈ ഡോക്ടർ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കേടുപാട് സംഭവിച്ച ഉപകരണമാണോ, അതിനുശേഷമാണോ ഓർഡർ ചെയ്തത്, അതോ നേരത്തെ ഓർഡർ ചെയ്തിരുന്നോ എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള രേഖയുണ്ടല്ലോ. അതാണ് ഡോക്ടർ സൂചിപ്പിച്ചത്. അന്വേഷണ കമ്മീഷൻ ഏതായാലും ആ പർച്ചേസിംഗ് ഓർഡർ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ എന്നാണ് ഓർഡർ ചെയ്തത്, അത് ഏത് ഏജൻസി വഴിയാണെന്നൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ വരും. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് ഒരു തരത്തിലുള്ള ഒരു പരാമർശത്തിലേക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഒരു തരത്തിലും ആരും നിങ്ങൾ മുഖവിലേക്ക് എടുക്കുക. ഡോക്ടർ ഹാരിസിന് വിശ്വാസമില്ലാത്തവരുടെ വാക്കുകളെയാണോ എന്ന് സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾ വായിക്കുന്നത്. മേലധികാരിക്ക് റിപ്പോർട്ട് നൽകി, നേരിൽ സംസാരിച്ചു, ആവശ്യകത ബോധ്യപ്പെടുത്തി, നടക്കാത്തതുകൊണ്ട് അവർക്ക് മുകളിലുള്ള അധികാരികളെ വിവരം അറിയിച്ചു. അങ്ങനെ പതിവ് മാർഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ചു. എല്ലാ ദിവസവും ആശുപത്രിയിൽ എത്തുന്ന ആളാണ് ഞാൻ, എല്ലാത്തിനും ദൃക്സാക്ഷിയാണ്. കാര്യങ്ങൾ നടന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് സംസാരിക്കാൻ താല്പര്യമില്ല, അവരുമായി നേരത്തെ തന്നെ ധാരാളം സംസാരിച്ചിട്ടും പരിഹാരം ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ ഇങ്ങനെ വേണ്ടി വന്നത്. ആശുപത്രി സൂപ്രണ്ടും DMക്കും ഇതിനകത്ത് എന്താണ് നടക്കുന്നത് അറിയുമോ എന്ന് സംശയമുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പരാതികൾ
ആരോടൊക്കെ ഉന്നയിച്ച് പരിഹാരമുണ്ടായിട്ടില്ല എന്നാണോ ഹാരിസ് പറയുന്നത്? അവരിൽ നിന്ന് തന്നെ എടുക്കുന്ന വിവരങ്ങൾ അതാണ് ആധികാരികം, അതാണ് ശരി എന്ന രൂപത്തിലേക്ക് വിലയിരുത്തപ്പെടുമോ എന്നൊരു സംശയം കൂടിയുണ്ട് അഡ്വക്കേറ്റ് അരുൺ. ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ മാത്രം നിങ്ങൾ 5-ാം ദിവസവും സാധൂകരിച്ച് ചർച്ച ചെയ്യുന്നു. നിങ്ങൾക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. മറ്റാരും പറയുന്നത് ശരിയല്ല, അദ്ദേഹം പറയുന്നത് തന്നെയാണ് ശരിയെന്ന് താങ്കൾ വിശ്വസിച്ചോളൂ. പക്ഷെ ഒരു അന്വേഷണ കമ്മീഷനെ വച്ചിരിക്കുന്നത് ഈ രംഗത്തെ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെ വെച്ചിട്ടാണ്. അവരുടെ റിപ്പോർട്ട് വരുമ്പോഴെങ്കിലും അതാണോ ശരി ഇതാണോ ശരി എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധ്യം താങ്കൾ കാണിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് 1.5 മാസം മുമ്പ് ഒരു ഡേറ്റ് ഞാൻ പറഞ്ഞു. ചോദിച്ചത് റിപ്പോർട്ട് നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ അഡ്വക്കേറ്റ് അരുൺകുമാർ. താങ്കൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയില്ല. കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഇതെന്താ ഇത് സ്മൃതി? ഡോക്ടർ അരുൺ സംസാരിച്ചു, ഇവിടെ താങ്കൾ ഒരു ഇടപെട്ടിട്ടില്ല. KGMCTA പ്രതിനിധി സംസാരിച്ചു, അതുപോലെ മുസ്ലിം ലീഗ് പ്രതിനിധി സംസാരിച്ചു. ഞാൻ പറയുമ്പോൾ മാത്രം താങ്കൾക്ക് ഓരോ വാചകത്തിന് ഇടപെടുക. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ ഞാൻ പറയുന്ന വാക്ക് ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണോ, അത് ജനങ്ങൾ കേൾക്കരുതെന്നോ വിചാരിച്ചിട്ടാണോ? എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. എൻ്റെ ഒരു വാചകം എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഒരു മഹാപ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് 1.5 മാസം മുമ്പ് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ഡിസ്ട്രിക്ട് കളക്ടർ, അതായത് ഈ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചെയർമാൻ, അതുപോലെ തന്നെ വൈസ് ചെയർമാൻ, ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇതിന്റെ സെക്രട്ടറി, സൂപ്രണ്ടന്റ് ഓഫ് മെഡിക്കൽ കോളേജ്, അവരുടെ ലെറ്റർ പാഡിലുള്ള പർച്ചേസിംഗ് ഓർഡർ ഒരു 1.5 മാസം മുമ്പാണ് എന്നും അത്തരത്തിലൊരു പർച്ചേസിംഗ് ഓർഡർ പോയിട്ടുള്ള വിവരം ഡിപ്പാർട്ട്മെന്റ് ഹെഡ് അറിയുമെന്നും ഏത് കമ്പനിയാണോ ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അവർ ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായി ഫോണിലൂടെ ബന്ധപ്പെടുമെന്നും പരസ്പരം കോൺടാക്ട് ഉണ്ടാകുമെന്നും ഇന്ന ദിവസം ഇത് എത്തുമെന്നുള്ള ബോധ്യം അവർക്ക് കിട്ടുമെന്നും, അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അതിന് പിന്നിൽ എന്താണ് പ്രശ്നമെന്ന് പരിശോധിക്കേണ്ടതാണ്. ഇതൊക്കെ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കട്ടെ, വിവരം പുറത്തു വരട്ടെ. ഞങ്ങൾ ഇപ്പോൾ ആ ഡോക്ടർ കൃത്യമായി നല്ല കഠിനാധ്വാനി തന്നെ നിരവധി ഡോക്ടർമാർ അങ്ങനെ ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. വളരെ പ്രൈവറ്റ് പ്രാക്ടീസിനെ പ്രോത്സാഹിപ്പിക്കാതെ സാധാരണക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പൊ ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി പറഞ്ഞില്ലേ, അവിടെ ക്യാമറാമാൻമാർ ചെന്നപ്പോ ഒരു കട്ടിലിൽ 2 പേർ, ചില ആളുകൾ കട്ടിലില്ലാതെ നിലത്ത് കിടക്കുന്നു. ആ മെഡിക്കൽ കോളേജ് ഈ പനിക്കാലത്ത് മുഴുവൻ നിറഞ്ഞിട്ടും ഒരു കട്ടിലിൽ 2 പേരെ കിടത്തിയും ചികിത്സിക്കാൻ ഇവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരും കാണിക്കുന്ന മനസ്സ്, എനിക്ക് കട്ടിൽ വേണ്ട, ഞാൻ നിലത്ത് കിടന്നോളാം, എനിക്ക് പനിക്കാണ്, മറ്റു ഹോസ്പിറ്റലിൽ പോകാൻ കഴിയില്ലെന്ന് പറയുമ്പോഴും അവരെ ചികിത്സിക്കാനുള്ള മഹാമനസ്സത, വരുന്നവർ എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, സഹോദരനാണ്, മക്കളാണ് എന്ന വിശാല കാഴ്ചപ്പാട് ചികിത്സിക്കുന്ന ആ ഒരു പ്രവണത, കൃത്യമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് മൈൻഡ്, അത് ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഉള്ള പ്രത്യേകത തന്നെയാണ്. അത് ഒറ്റ സംസ്ഥാനത്ത് പോയാലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ആരോഗ്യ മേഖലയിലെ എല്ലാ ഡോക്ടർമാരും എല്ലാ കാലത്തും ഉള്ളതാണ്. കേരളത്തിന്റെ ആരോഗ്യ സൂചികയുമായി ബന്ധപ്പെട്ടും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടും എല്ലാ കാലത്തും മറ്റു സംസ്ഥാനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേരളം മുന്നിൽ തന്നെയാണ്. ഒരു പ്രത്യേക കാലത്ത് വല്ലാതെ അത് ബൂം ചെയ്ത് വന്നതല്ലല്ലോ. അതൊരു കാര്യം താങ്കൾ മനസ്സിലാണോ? ഒറ്റ മിനിറ്റ്, എനിക്ക് 1 മിനിറ്റ് മതി. താങ്കൾ അത് താരതമ്യപ്പെടുത്തുമ്പോൾ എന്ത് ഹെഡിങ്ങിലാണ് ബഹുമാനപ്പെട്ട മന്ത്രി അത് പോസ്റ്റ് ചെയ്തത് എന്ന് താങ്കൾ ഓർക്കണം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ UDFന്റെ കാലത്ത് 0, LDFന്റെ കാലത്ത് 885. ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ UDFന്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല. കാരണം അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ്. ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ 2 പാരസെറ്റമോൾ തിരിച്ചുവിടുന്ന രീതി അല്ല. ഞാൻ പറയട്ടെ, ഒരു 2 പാരസെറ്റമോളും തന്ന് താടയ്ക്ക് 2 തട്ടും തട്ടി പുറത്ത് 2 തിരുമലും തന്ന് പൊയ്ക്കോളാം എന്ന് പറയുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു പണ്ട്. അത് മാറ്റി അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി എല്ലാ സൗകര്യങ്ങളോടെ വികസിപ്പിച്ച് ആ സൗകര്യങ്ങളോടെ വികസിപ്പിച്ച എണ്ണമാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗര ജനകീയ ആരോഗ്യ കേന്ദ്രം, ഹെൽത്ത് പദ്ധതി നടപ്പാക്കിയ സ്ഥാപനങ്ങളുടെ എണ്ണം, ഇങ്ങനെ ആരോഗ്യ മേഖലയിൽ പടിപടിയായിട്ട് ഉയർത്തിയ നേട്ടങ്ങൾ കൊണ്ടാണ് ഈ കേരളം ഇന്ത്യയിൽ തന്നെ സൗജന്യ ചികിത്സ ഏറ്റവും കൊടുക്കുന്ന സംസ്ഥാനമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു. പക്ഷെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. 12 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്ന ലോകത്തിലെ തന്നെ ഏക പ്രദേശം ഈ കേരളമാണെന്ന് സാമ്പത്തിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ പറയുകയാണ്. 7,000 കോടി രൂപ മാറ്റിവെച്ച് 30 ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ ഒരു ഡോക്ടറുടെ പോസ്റ്റും വെച്ചുകൊണ്ട് 5-ാം ദിവസവും ചർച്ച ചെയ്ത് ആ ഉപകരണം വന്ന ഓപ്പറേഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് ഒരു പ്രശ്നമില്ലെന്ന് ബോധ്യപ്പെട്ടാലും നിങ്ങൾ ചർച്ച തുടരുകയാണ്. അത് മറ്റു പല വിഷയങ്ങളിൽ നിന്നും തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യമന്ത്രിക്കും 4-ാം ദിവസവും 5-ാം ദിവസവും പ്രതികരിക്കാം. മാധ്യമങ്ങൾ ചർച്ച നടത്താൻ പാടില്ല, മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല, അല്ലേ? അല്ല, ചോദ്യം ചോദിച്ചാൽ പ്രതികരിക്കും. നിങ്ങൾ ചർച്ച നടത്തിക്കോ, നിങ്ങൾ 2 ആഴ്ച ചർച്ച നടത്തിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷെ സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്, സത്യം പുറത്തു വരും. അതിനുള്ള അന്വേഷണ കമ്മീഷനാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ മറുപടി വരും.
ആയിക്കോട്ടെ, ജനപ്രതിനിധികളോട് നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അവർ അന്തസ്സായി മറുപടി പറയും. അപ്പൊ നിങ്ങൾ പറയൂ, എന്താ ചോദ്യം ചോദിച്ചിട്ട് മറുപടിയില്ല, ഒളിച്ചോടി എന്ന് പറഞ്ഞ് അത് വാർത്തയാക്കും. അതുകൊണ്ട് ചോദ്യം ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തിക്കോ, ഇതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം. പക്ഷെ ഞങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾ കൃത്യമായി വസ്തുതാപരമായി കാര്യം പറയും. കൃത്യമായി പർച്ചേസ് ഓർഡർ ഒക്കെ പുറത്തേക്ക് വരട്ടെ, സത്യം വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, ചർച്ചയ്ക്ക് വിളിക്കണം, ചർച്ച നടത്തണം, അന്നേരം ചർച്ചയ്ക്ക് നടത്തണം. എല്ലാ സമയത്തും ചർച്ച നടത്തും, അതിലൊന്നും സംശയമില്ല. നിങ്ങൾക്ക് ഡോക്ടർ ഹാരിസിനെതിരെ എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന മട്ടിലാണ് ഈ ഘട്ടത്തിൽ മുഴുവൻ സംസാരിച്ചിട്ടുള്ളത്. സൂചന വളരെ കൃത്യമാണ് അഡ്വക്കേറ്റ് അരുൺകുമാർ, ഒരു സംശയമില്ല. ഡോക്ടർ ഹാരിസിനെതിരെ നിങ്ങൾ എന്തോ ഒരു ആയുധം കൈവശം വെച്ചുകൊണ്ട് നടത്തിയ പ്രതികരണം തന്നെയാണ്. അടുത്ത ദിവസത്തെ ചർച്ചയ്ക്ക് അരുൺകുമാർ തന്നെയാണല്ലോ വരിക, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് നടപടി ഉണ്ടാവുക എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് അരുൺകുമാർ നൽകിയ പ്രതികരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒരു വിഷയം ഉന്നയിച്ചു, അത് പരിഹരിച്ചു എന്ന് പറയുമ്പോഴും അതിന്മേൽ നടപടി ഉണ്ടാകും. കാരണം ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറല്ല, സർക്കാർ ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് അങ്ങനെ പരസ്യമായി പറയാമോ, പ്രതികരിക്കാമോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അത് തെറ്റായി പോയി എന്നുള്ള പ്രതികരണങ്ങൾ ഇന്നടക്കം മന്ത്രിമാരുടെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിന്മേലൊരു നടപടി അതുണ്ടാകുമോ, അതോ അതിലപ്പുറം അത് കടക്കുമോ? ഷിബു മീരാൻ, എന്നോടാണോ? അതെ അതെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ സ്മൃതി, പക വീട്ടാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകൾ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ വരികയാണ്. ഇപ്പൊ ഡോക്ടർമാരുടെ ഡെഡിക്കേഷനെ കുറിച്ചൊക്കെ വാദോരാതെ ഇവിടെ സംസാരിച്ചല്ലോ. ഈ ഇരിക്കുന്ന ഡോക്ടർ അരുൺ, ആ റോസ്നാര ബീഗം, ഈ പറയുന്ന ഡോക്ടർ ഹാരിസ്, അവരൊക്കെ ഈ രോഗികളെ ചികിത്സിക്കുന്നതിൽ കാണിക്കുന്ന കഠിനാധ്വാനത്തെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു രോഗിയെ തലങ്ങനെയും ഒരു രോഗിയെ കുറുകയും കിടത്തിയിട്ട് ഒരു ബെഡിൽ രണ്ടാളെ കിടത്തി ചികിത്സിക്കുമ്പോൾ അതിനെ ഇങ്ങനെ വന്ന് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് ചില്ലറ തൊലിക്കട്ടി ഒന്നും പോരെ കേട്ടോ. തണുത്തുറഞ്ഞ് തറയിൽ കിടക്കാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെ രോഗികൾ. അവർക്ക് കിടക്കാൻ കട്ടിലുണ്ടാക്കി കൊടുക്കേണ്ട ജോലി സഖാവ് അരുൺകുമാർ നിങ്ങളുടെ പാർട്ടിയെ കേരളം ഏൽപ്പിച്ചിട്ട് 10 കൊല്ലായി. ഇതുവരെ അത് ചെയ്യാതെ നിങ്ങൾ കുറെ ഡോക്ടർമാരെ പൊക്കി പറയാ, പിന്നെ ആ ഡോക്ടർമാരെ കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾ തൊട്ട് നോക്കുക. കേരളത്തിലെ ഡോക്ടർമാരെ ഞങ്ങൾ കാണിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഈ അത് ചൂണ്ടിക്കാണിച്ചത് ആ ഡോക്ടർമാരെ കളയുമെന്ന ഭീഷണിയാണ് CPM മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഇത് ചൈനയോ ഉത്തരകൊറിയല്ല, ഇരമ്പിക്കാരുന്ന പോരാട്ടങ്ങൾ നിങ്ങൾ കേരളത്തിൽ കാണും. മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ ഒരാളെയും ഭീഷണിപ്പെടുത്തില്ല, നിങ്ങൾ തന്നെ ഭീഷണിപ്പെടുത്തുന്നു. പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ സ്ഥാപിക്കുന്നു. നിങ്ങളുടെ രാഷ്ട്രീയ നിങ്ങളുടെ ആഗ്രഹമാണ് ആഗ്രഹം. നിങ്ങളുടെ സ്വരത്തിലൊരു ഭീഷണി ഉണ്ട് അരുൺകുമാർ. ഡോക്ടർ അരുണിലേക്ക് കൂടി. ഡോക്ടർ അരുൺ, ഒരു 40 സെക്കൻഡിൽ മറുപടി പറയാമോ? ഇതിൽ എങ്ങനെയൊരു അവസാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്? അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് നൽകുമെന്നാണ് പറഞ്ഞിരുന്നത്. കൊടുത്തു കഴിഞ്ഞോ എന്നറിയില്ല, ഇതിലെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ചില സൂചനകൾ, പ്രതികരണങ്ങളായി വരികയാണ്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ഹാരിസിനെതിരെ ഒരു ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് പുറത്ത് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് നമ്മുടെ KSR റൂൾസിനൊക്കെ എതിരാണ് എന്നുള്ള രീതിയിൽ ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് ഉണ്ടാവുകയാണ് വളരെ നിർഭാഗ്യകരമാണ്. ഇങ്ങനെ ആളുകൾ പറയുക തന്നെ വേണം. ശരിയാണ്, ഫേസ്ബുക്കിൽ എല്ലാവരും ഫേസ്ബുക്കിൽ പറഞ്ഞാൽ ശരിയാണോ അല്ലെങ്കിൽ വേറെ കാര്യം. പക്ഷെ ആളുകൾ പുറത്ത് പറയാൻ ധൈര്യം കാണിക്കുകയും അങ്ങനെ പുറത്ത് പറഞ്ഞാൽ മാത്രമാണ് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ, അത് സോൾവ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടായാൽ നിർഭാഗ്യകരമാണ്, പക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ശരി, വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഡോക്ടർ NM അരുൺ, ഡോക്ടർ റോസ്നാര ബീഗം ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.